എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഈ വർഷത്തെ എൻ്റെ ആദ്യത്തെ വീഡിയോയാണ്. കുറേ നാളായി യൂട്യൂബൊന്നും ചെയ്യാനായിട്ട് സമയം കിട്ടുന്നില്ലായിരുന്നു. ഇന്നെന്തോ എനിക്ക് നിങ്ങളോട് എന്തെങ്കിലും എൻ്റെ കാര്യം സംസാരിക്കണമെന്ന് തോന്നി. വേറൊന്നുമല്ല, ഒരുപാട് സംഭവബഹുലമായ ഒരു 2025 കടന്നുപോയത്. ഓരോരുത്തരുടെ ജീവിതത്തിലും നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് ഒരുപാട് നല്ലത് തന്നിട്ടുണ്ട്, ഒരുപാട് ദോഷവും തന്നിട്ടുണ്ട്. എങ്കിലും നല്ലതിനെ മാത്രം നമുക്ക് ഉൾക്കൊള്ളാനും ചീത്ത മൊത്തം നമുക്ക് ഉപേക്ഷിക്കാനും ഇനി അതൊന്നും ജീവിതത്തിലോട്ട് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അശ്രാന്തം പരിശ്രമിക്കാനുമുള്ള ഒരു പുതുവർഷമായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാം. ഏറ്റവും വലുതായിട്ട് എനിക്ക് നിങ്ങളോടെല്ലാം പറയാനുള്ളത്, നമ്മുടെ ചുറ്റുപാടും ഒരു വെറുപ്പിൻ്റെ ഒരു കാലഘട്ടമാണ് കടന്നു പോകുന്നത്. എങ്ങനെയാണ് മനുഷ്യർക്ക് ഇത്രത്തോളം വെറുക്കാൻ കഴിയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ടാണ് ഇവർ എന്തറിഞ്ഞിട്ടാണ് വെറുക്കുന്നതെന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ നമ്മൾ നേരിട്ട് ചെന്ന് ഇടപെടുന്ന ഓരോ വ്യക്തിയും വളരെ നല്ല വ്യക്തികളാണ്. എത്രമേൽ സ്നേഹത്തിലാണ് ഓരോരുത്തരും നമ്മളോട് സംസാരിക്കുന്നതും ഇടപെടുന്നതും. എന്നാൽ മറിച്ച് സോഷ്യൽ മീഡിയ പോലുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ തമ്മിൽ കാണാതെ എവിടെയോ മറിഞ്ഞിരുന്നതുകൊണ്ട് കൂട്ടത്തോട് ആക്രമിക്കുന്ന ഒരു സമൂഹത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് രാഷ്ട്രീയത്തിലായാലും മതപരമായിട്ട് നോക്കിയാലും സർവ്വമേഖലകളിലും തമ്മിൽ കാണാതെ എവിടെയോ ഇരിക്കുന്ന ഒരാളിന് നമുക്ക് എന്തും പറയാമെന്നുള്ള ഒരു മനോഭാവത്തിലോട്ട് ഒരു സമൂഹം മാറിക്കഴിഞ്ഞു. എനിക്ക് നിങ്ങളോടെല്ലാം പറയാവുന്നേ ഉള്ളൂ, നമ്മൾ കണ്ടില്ലെങ്കിലും നമുക്കറിയില്ലെങ്കിലും എവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും, അതാണാകട്ടെ പെണ്ണാകട്ടെ, അവർ നമ്മളമ്മ നമ്മളെ പ്രസവിച്ചതുപോലെ വളരെ സ്നേഹത്തോടുകൂടി പ്രസവിച്ച് വളർത്തി വലുതാക്കി. അവരും ആരുടെയൊക്കെയോ പ്രിയപ്പെട്ട ഏതൊക്കെയോ മക്കളുടെ അമ്മയാണ്, ഏതോ നല്ലൊരു വ്യക്തിയുടെ ഭാര്യയാണ്, ഏതോ അമ്മയുടെ പ്രിയപ്പെട്ട മക്കളാണ്. അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ നമുക്ക് ഇത്രത്തോളം വെറുപ്പ് വാരി വിതറാൻ നമുക്ക് കഴിയില്ല. നമ്മൾ നമ്മെപ്പോലെ സ്നേഹിക്കാൻ നോക്കുക. ഞാൻ എന്നെ ആൾക്കാരെ എങ്ങനെ പരിഗണിക്കണമെന്നാണോ ഞാൻ ആഗ്രഹിക്കുന്നത്, അതേ പരിഗണന നമുക്ക് മറ്റൊരു വ്യക്തിക്ക് കൊടുക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ എത്ര മഹത്തരമാണത്. നമുക്കെല്ലാവർക്കും നമ്മളെപ്പോലെ തന്നെ മറ്റൊരു വ്യക്തിയെ കാണാനും സ്നേഹിക്കാനും കഴിയട്ടെ എന്ന് ഈ 2026 ജനുവരി 3 പുതുവത്സരം ആശംസിക്കാൻ ഒരുപാട് വൈകിട്ടാണെങ്കിലും ഞാൻ നിങ്ങൾക്കെല്ലാം പുതുവത്സരം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.